ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹൗ ആർ യു ഓൾ? അപ്പോൾ ഇന്നും നമ്മളൊരു ക്യാപ്സിക്കത്തിൻ്റെ ഐറ്റമാണ് എടുക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഇന്ന് അങ്ങനെ വലിയ കുക്കിങ്ങിനിട്ടൊരു മൂഡില്ലാത്തത് കാരണം തലേന്നത്തെ ചിക്കൻ കറി ബാക്കിയുള്ള വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്രഷ് ക്യാപ്സിക്കം ആയതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് നല്ലൊരു ക്രിസ്പായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വീഡിയോയിലേക്ക് കേൾക്കാൻ പറ്റിയത് നല്ലൊരു ക്രിസ്പിയായിട്ട് ഇങ്ങനെ അറിയുന്നുണ്ട്, ഫ്രഷ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തലേന്നത്തെ ചിക്കൻ കറി ബാക്കിയുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ വലിയ ഉള്ളി അരിയാനും ഇതിനൊന്നും രാവിലെ തന്നെ ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തലേന്നത്തെ കറി വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ക്യാപ്സിക്കം അരിഞ്ഞിട്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കൊക്കെ നല്ല നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് സാലഡിനൊക്കെ നല്ല നീളത്തിലല്ലേ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ്. ഇതിപ്പം തലഭാഗമാണ് ഇപ്പോൾ അരിയുന്നത്. ഇപ്പോൾ നീളത്തിൽ അരിയാൻ വേണ്ടിയിട്ട് നല്ല നീളത്തിലൊക്കെ ക്യാപ്സിക്കം നമുക്ക് കിട്ടും സാലഡിനൊക്കെ അറിയുന്ന സമയത്ത്. പിന്നെ അത് ഞാൻ പാനിലേക്ക് ചൂടായ പാനിലേക്ക് ഒരു 2 മിനിറ്റ്സ് സോട്ട് ചെയ്യാൻ വേണ്ടി 2.5 മിനിറ്റ്സ് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെക്കുകയാണ്. അതിനകത്തേക്ക് തലേന്നത്തെ ചിക്കൻ കറിയും കുറച്ചൊരു പാർട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ പാർട്സും കൂടി ഇട്ടതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ വഴറ്റിയെടുത്താൽ അതിനൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ഇനി കമൻ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് സെക്ഷനിൽ റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിമൂവ് ചെയ്യുമെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ബോയിൽഡ് എഗ്ഗ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഹാഫ് ബോയിൽഡ് എഗ്ഗ് വന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ്. എനിക്ക് ഒരു ഫുൾ വേവിൽ ബ്രൗൺ കളറായിട്ടുള്ള എഗ്ഗ് വലിയ ഇഷ്ടമല്ല. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറും. അതൊരു ഗോൾഡൻ കളറിലുള്ള എഗ്ഗാണ് നല്ല ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാണ്. പിന്നെ ചിക്കൻ പീസ് വളരെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊറോട്ടൻ്റെ അകത്ത് നമ്മൾ ഈ സാലഡ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് റോളായിട്ട്, അല്ലെങ്കിൽ റോളെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പൊറോട്ട ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇറച്ചിക്കൂട്ടിന് പകരം നമ്മൾ ഈ ഒരു സാലഡ് യൂസ് ചെയ്യണം. അപ്പം നമുക്കിപ്പോൾ 2 പൊറോട്ട തിന്നേണ്ട നേരത്ത് ഈ ഒരു സാലഡ് നമ്മൾ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു പൊറോട്ട നമുക്ക് തിന്നാൽ മതിയാവും. അപ്പം നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി, ഒരു മൈദയുടെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അരിയുടെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ ഇൻടേക്ക്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ്. അപ്പോൾ ഈ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കുക. തലേന്നത്തെ ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാലഡ്, എന്നാലും നമുക്ക് ഫുള്ള് സ്റ്റമക്ക് ആവുകയും ചെയ്യും. നമുക്ക് പിന്നീട് വിശപ്പൊന്നും ഫീൽ ചെയ്യില്ല. നമുക്ക് ചില സമയത്ത് സാലഡ് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ എന്തോ വയറ് ഫില്ലാവാത്ത പോലെ മലയാളികൾക്ക് പ്രത്യേകിച്ച് തോന്നും. കാരണം അരി ഭക്ഷണം മാത്രം കഴിച്ച് വയറ് നിറയുന്ന ഒരു വിഭാഗമാണ് മലയാളികളെന്ന് പറയുന്നത്. പൊതുവേ എല്ലാവരും അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ കോമൺലി അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ ഇതാണ് ഈ ഒരു ഐറ്റമാണ് ഞാൻ. ഇതിപ്പം രാവിലെ വിചാരിച്ച് വന്ന സാധനമല്ല. അടുക്കളയിൽ കയറിയ സമയത്ത് ഓരോ സാധനം എത്തിപ്പെട്ടപ്പോൾ അതിങ്ങനെയൊക്കെ ഐറ്റമായി തീർന്നു. അപ്പോൾ എന്തായാലും കഴിച്ച സമയത്ത് നല്ല രുചിയുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കി ഫുഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത് എനിക്കൊരു മോട്ടിവേഷനാണ്. ഇപ്പോൾ ഒരു ഗ്രേവി കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ആവാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഒരു ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.